സാർ എനിക്കൊരു വലിയ സ്വാമിജി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ പ്രശ്നം, ഈ പ്രജകൾ പലപ്പോഴും ധർമാധർമ്മ ചിന്തകൾ കൊണ്ട് വേദപഠനം കൊണ്ട് ഒന്നും സ്വയം സംസ്കരിച്ചവരാവില്ല. അവർ അവരുടെ വാക്കുകളാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സാമാന്യ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള വാക്കുകളാണ് പറയുന്നത്. ആ വാക്കിനെ മുഖവിലേക്ക് എടുത്ത് ഒരു ഭരണാധിപൻ പ്രവർത്തിച്ചാൽ ഈ പ്രജകളുടെ തീരുമാനത്തിലെ പക്വതയില്ലായ്മയും ഒക്കെ അവരുടെ വാക്കുകളിൽ ഉണ്ടാവാം. അപ്പോൾ പ്രജാഹിതത്തെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? രാജധർമ്മത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. രാജ്യപരിപാലനം എന്ന് പറയുന്നത് കാളിദാസൻ പറയും കുട പിടിക്കുന്നത് പോലെയാണ്. കാരണം വെയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി കുടയുടെ ഭാരം ചുമക്കേണ്ടി വരും, അതില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഒരു ഭാരമാണ് രാജാവിനെ സംബന്ധിച്ച് രാജ്യഭരണം. ഇത് നേരായ വിധത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറേ സജ്ജീകരണങ്ങൾ അവിടെയുണ്ട്. മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടെ പ്രജകളുടെ നായകന്മാരുണ്ട്. ഇവരെ എല്ലാവരും കൂടെ വിളിച്ചു ചേർത്തിട്ട് രാജാവ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, രാജ്യാധികാരത്തെക്കുറിച്ചാണെങ്കിലോ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണെങ്കിലോ കൂടിയാലോചന നടത്തുമ്പോൾ ഇവരൊക്കെ വിഭിന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ പറഞ്ഞു വരാം. ഏതിലെത്തണം എന്നുള്ള ആ ഒരു വഴി നിശ്ചയിക്കേണ്ടത് രാജാവിൻ്റെ ആത്മധർമ്മത്തിൻ്റെ സമ്പൂർണമായ ബലം ഉപയോഗിച്ചിട്ടാണ്. ഇവരുടെ ആശയങ്ങളെ, ധാർമ്മികമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടതിന് ശ്രീകൃഷ്ണൻ്റെ സഭയിലേക്ക് നരകാസുരൻ കെട്ടിയിട്ട അവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദൂതനും, യജ്ഞം ചെയ്യാനായിട്ട് യുധിഷ്ഠിരനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാരദനും ഒന്നിച്ചു വന്നു ചേർന്നപ്പോൾ ശ്രീകൃഷ്ണൻ ഒരു മന്ത്രസഭ കൂടിയാലോചനയ്ക്ക് വേണ്ടിയുള്ള മന്ത്രാലോചനയ്ക്ക് വേണ്ടിയുള്ള സഭ മന്ത്രസഭയാണ്, അങ്ങനെയാണ് ആ പേര് വേണ്ടത്. ഒരു മന്ത്രസഭ വിളിച്ച് ചേർത്തിട്ട് അവിടെ വെച്ച് ഇങ്ങനെ ഒരു രാജ്യപ്രശ്നം ഞാൻ എന്ത് ചെയ്യണം എന്ന് വന്നിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം പറയൂ. ബലരാമൻ ചാടി എഴുന്നേറ്റ് പറയും, രാജാവിൻ്റെ പ്രധാനപ്പെട്ട കടമ ശത്രുക്കളെ മോചിപ്പിക്കാനാണ്, അതിന് പോയേ മതിയാവൂ. അപ്പോൾ ഉദ്ധവരെ എഴുന്നേറ്റ് പറയും, രാജധർമ്മത്തിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം ഈശ്വരധർമ്മമാണ്, യജ്ഞമാണ് പ്രധാനം. യജ്ഞം നന്നായി അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ശത്രുനിഗ്രഹണം സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യജ്ഞത്തിനാണ് പോകേണ്ടത്. വിളിച്ചു ചേർത്ത അബദ്ധമായിപ്പോയി. കാരണം അതെ, അപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ വരിഷ്ഠമായ രണ്ടുപേരുടെയും ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ യാഗത്തിൽ ചെന്ന് അവിടെ വെച്ച് നരകാസുരനെ കൊടുക്കുന്നോളാം എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാകത്തിനുള്ളതാ. ഈ എല്ലാവരുടെയും ആശയങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇപ്പം പ്രജകൾ അധർമ്മമാണ് പറയുന്നതെങ്കിൽ സ്വീകരിക്കണമെന്നില്ല. സ്വാമിജി പറഞ്ഞ പോലെ ഈ പ്രജകളുടെ ഹിതത്തെ ധാർമ്മികമായി ആചരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കാം, അതാണ് ചെയ്യേണ്ടത്. അപ്പം പ്രജകളെ എല്ലാവരുടെയും ഒരുപോലെ ആവണമെന്നില്ല. അപ്പം പ്രജാഹിതത്തെ ധാർമ്മികമായി ഉൾക്കൊള്ളുകയും രാജധർമ്മത്തിൻ്റെ പരിപാലനവും എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ച് തൻ്റെ ചിന്താധാരയിൽ നിർത്തിക്കൊണ്ട് അധർമ്മത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് അധർമ്മമാണ്, ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഇതാണ് ധർമ്മം എന്ന് ബോധ്യപ്പെടുത്തി എല്ലാവർക്കും സമ്പൂർണ്ണമായി യോജിക്കുന്ന തീരുമാനത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു കെൽപ്പ് അതൊരു രാജാവിന് ഉണ്ടാവണം. ദശരഥനെ സംബന്ധിച്ച് അത് താരതമ്യേന കുറവായിരുന്നു. കാരണം ദശരഥന് പ്രജാഹിതം നോക്കണമോ, അതോ തൻ്റെ ഇംഗിതം സാധിക്കണമോ, തൻ്റെ പത്നിയുടെ ആഗ്രഹം സാധിക്കണമോ, അതോ ഈ രാജകൊട്ടാരത്തിലുള്ള ആൾക്കാരുടെ വാക്ക് കേൾക്കണമോ നിശ്ചയിക്കാനുള്ള ഒരു പൂർണ്ണമായ ധീരതയുടെ തീരുമാനത്തിൽ എത്താൻ ദശരഥൻ പലപ്പോഴും വിഷമിച്ചു പോയി. അവിടെയാണ് അവിടെ ദശരഥൻ്റെ രാജ്യഭരണത്തിൻ്റെ കോട്ടം സംഭവിച്ചപ്പോൾ ഏത് വേണം എന്നൊരു ചിന്ത വന്നത്. ആ ചിന്ത വരുമ്പോൾ വാസ്തവത്തിൽ ഈ എല്ലാവരും ആവശ്യപ്പെട്ടു രാമനെ പക്ഷെ തൻ്റെ ഉള്ളിൽ കൈ കൊടുത്ത പ്രതിജ്ഞ ഒരു വേദന പോലെ ഭരതൻ്റെ രാജ്യാഭിഷേകത്തിനുള്ള ഒരു ത്വരയുടെ ഭാഗം ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. ഈ അധർമ്മത്തിൻ്റെ ഉള്ളിലിരിപ്പ് ഒരുപക്ഷെ ദശരഥനെ ധാർമ്മികമായി ചിന്തിക്കാനും കൂട്ടിയോജിപ്പിക്കാനും കഴിയാത്തൊരവസ്ഥയിൽ നിസ്സഹായനായി തീർന്നിരിക്കില്ലേ? ആ അവസ്ഥയിലായിരിക്കാം രാജാവ് ഒന്നും പറഞ്ഞില്ല, വേണമെന്നും പറഞ്ഞില്ല, വേണ്ടെന്നും പറഞ്ഞില്ല, വനത്തിൽ പോകണമെന്നും പറഞ്ഞില്ല, ഒന്നും നിശബ്ദനായിരുന്നു. ഈ നിശബ്ദത വാസ്തവത്തിൽ രാമൻ ധീരമായും ജനങ്ങളുടെ ഹിതത്തെ മാനിച്ചുകൊണ്ട് തന്നെ
എന്താണ് അച്ഛൻ്റെ പ്രതിജ്ഞ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സ്വധർമ്മത്തെ നിശ്ചയിക്കാനുള്ള യുവരാജാവായ പോകുന്ന രാമന് ആ ഒരു ശക്തി ബലമുണ്ടായിരുന്നു. അത് സ്വീകരിച്ച് തന്നെയാണ് അദ്ദേഹം രാജ്യം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വനത്തിലേക്ക് പോകാൻ നിശ്ചയിക്കുന്ന ഒരു തീരുമാനം. ഇത് ഈ രാജധർമ്മത്തിൻ്റെ 2 വശങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. ദശരഥനെ പോലെ ദുർബലനായ ഒരു രാജാവ് രാജ്യഭരണത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ധീരമായ തീരുമാനത്തിലെത്താൻ കഴിയണം. ദൗർബല്യം അതിൻ്റെ അടയാളം അല്ല എന്ന്.